ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ്, അതുപോലെ ന്യൂസ് ബേസ് ചെയ്ത് ഏതൊക്കെ സ്റ്റോക്കിൽ ഉയർന്നിട്ടുണ്ട്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു നോക്കാം. അപ്പോൾ ഇന്ന് സെൻസസ് നിഫ്റ്റി ഫ്രഷ് റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് തന്നെയാണ് പോയിരിക്കുന്നത്. ഉള്ളി 34 പോയിന്റ്സ് മാത്രമാണ് പോസിറ്റീവ് ആയത്. 2 ട്രേഡ്സ് മാത്രമേ നമുക്ക് കിട്ടിക്കാണത്തുള്ളൂ. ഈവൻ ഓൾ ടൈം ഹൈ ട്രൈ ചെയ്തെങ്കിലും അത് അത്ര സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുള്ളത്. 34 പോയിന്റ്സ് മാത്രമാണ് നിഫ്റ്റി പോസിറ്റീവ് ആയത്. ബാങ്ക് നിഫ്റ്റി 3 പോയിന്റ്സ് മാത്രമാണ് പോസിറ്റീവ് ചെയ്തത്. അതും സൈഡ് വേസ് തന്നെയാണ്. വലിയ ബിഗ് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. പ്രീവിയസ് ഡേ വെച്ച് നോക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ആയത്. ബട്ട് 3 പോയിന്റ്സ് പോസിറ്റീവ് ആയതുകൊണ്ട് അതൊരു പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സെൻസസ് 71,437 ക്ലോസ് ആയി. നിഫ്റ്റി 21,453 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് 47,870 ക്ലോസ് ആയിട്ടുണ്ട്. കോൾ ഇന്ത്യ ബിഗസ്റ്റ് ഗെയിനറായി. ബിഗസ്റ്റ് ലൂസർ അദാനി പോർട്സ്. ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ നിഫ്റ്റി എനർജി സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറുമാകുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞ് പല സ്റ്റോക്കിലും നല്ല ഇന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഇഡർവിസ് ഫിനാൻഷ്യൽ സർവീസസ് 100 റുപ്പീസ് റീച്ച് ആകുന്നു പറഞ്ഞിട്ട് ഏകദേശം ഇന്ന് തന്നെ 12% ഉയർന്നിട്ടുണ്ട്. അതുപോലെ IRFC നല്ല പോകുന്നുണ്ട്. ഓക്കെ, IRFC 100 6.09 100 എത്തിക്കഴിഞ്ഞു. അതുപോലെ കോൾ ഇന്ത്യ നല്ല ഇന്ന് പെർഫോം ചെയ്തു. കോൾ ഇന്ത്യ 6% ഉയർന്നിട്ടുണ്ട്. പിന്നെ ആർത്തി ഡ്രഗ്സും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, 5% കയറിയിട്ടുണ്ട്. സോ മിക്ക നമ്മൾ പറഞ്ഞ സ്റ്റോക്കിലെല്ലാം ഏകദേശം ടാർഗറ്റ് റീച്ച് ആവറായി. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്നത്, അതിൽ ഫസ്റ്റ് GR ഇൻഫ്ര പ്രോജക്ട്സ്, ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 1231 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 1270 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1500 വരെ പോകാൻ സാധിക്കും. ഓക്കെ, SKF, കാരണം നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞത് 1040 അപ്പോൾ 1231 വരെ എത്തിയിട്ടുണ്ട്. സോ 11% ഒക്കെ കിട്ടിക്കാണും. സോ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം വെയിറ്റിംഗ് പീരീഡ് 1 മന്ത് ആണ്. സോ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അതിന് മുന്നേ സ്റ്റോക്ക് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ആവരുത്. സോ 2 weeks to 1 month ആണ് ഹോൾഡിംഗ് പീരീഡ്. SKF ഇന്ത്യ, സോ 4701 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4757 ടാർഗറ്റ്. ദെൻ IDFC ഫസ്റ്റ് ബാങ്ക് 93 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 12% നമുക്കിതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ശ്യാം മെറ്റാലിക്സും ഇനിയും 20% കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബാലാജി അമൈൻസ്. ഓക്കെ, ബാലാജി അമൈൻസ് 2413 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 30% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നല്ലൊരു സ്റ്റോക്കാണ്. സോ ഇതെല്ലാം നല്ല നമ്മൾ 1 month വെയിറ്റ് ചെയ്യണം, എന്നാലേ അവർ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് വരത്തുള്ളൂ. ഓക്കെ, സോ ഇതല്ലാതെ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള 6 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും ഈ സ്റ്റോക്കിൽ, ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്കിലെല്ലാം നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാകുന്നു. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ഡെൽറ്റ കോർപ്പാണ്. സോ 40 പോയിന്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 146 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 190 വരെ പോകാൻ സാധ്യതയുണ്ട്. 26% റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് അവന്തി ഫീഡ്സ്. ഈ ഒരു സ്റ്റോക്ക് 406 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 410 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 490 വരെ പോകാൻ സാധ്യതയുണ്ട്. 80 പോയിന്റ്സ് മുകളിൽ പോകും. 19 to 20% വരെ റിട്ടേൺസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ശില്പ മെഡിക്കെയർ ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 370 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 480, ഏകദേശം 100 പോയിന്റ്സ് വരാൻ സാധ്യതയുണ്ട്. 27% റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ ഹിന്ദുജ ഗ്ലോബൽ. ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് 1015 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1070 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് ഓറോബിൻഡോ ഫാർമ 1033 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1050 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1750 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് കിട്ടും. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇമാമി ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കും ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നെയാണ്. 508 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 585 വരെ പോകും. 15% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി 200 റുപ്പീസിന് താഴെ നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അതിൽ കരൂർ വൈസിയ ബാങ്ക് എടുത്തു പറയുന്ന സ്റ്റോക്കാണ്. 169 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 181 ടു 192 വരെ പോകാനുള്ള സാധ്യതയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 13% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 160 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ സിമെൻ്റ് ആണ്. എല്ലാം 200 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. ഓക്കെ, 177 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 194 ടു 205 വരെ പോകാൻ സാധ്യതയുണ്ട്. 15% റിട്ടേൺസ് പ്രതീക്ഷിക്കാം. 165 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ഇതും അതുപോലെ തന്നെ 2 വീക്സ് ടു 1 മന്ത് ആണ് ടാർഗറ്റ് വരുന്നത്. നെക്സ്റ്റ് ടാറ്റ സ്റ്റീൽ. ടാറ്റ സ്റ്റീൽ 135 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 150 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 10% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. 130 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് സൊല്യൂഷൻസ്. 187 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 215 വരെ പോകാൻ സാധ്യതയുണ്ട്. 14% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ 181 ആണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 125 റുപ്പീസിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 132 വരെ പോകാൻ സാധ്യതയുണ്ട്. 8% ഉയരാൻ സാധ്യതയുണ്ട്. നല്ല പ്രോഫിറ്റ് കിട്ടും. സോ 119 നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. ദെൻ ഫെഡറൽ ബാങ്ക് നെക്സ്റ്റ് സ്റ്റോക്ക്. കറൻ്റ്ലി 157 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 175 വരെ പോകാൻ സാധ്യതയുണ്ട്. 12% റിട്ടേൺസ് കിട്ടും. 152 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സോ IDFC 127 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 135 ടു 140 വരെ പോകാൻ സാധ്യതയുണ്ട്. 12% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. 122 എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. സോ ഇതും ഈ ഒരു വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ROE ROC ഒക്കെ നെഗറ്റീവ് ആണ്. ബട്ട് ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് ഒറ്റയടിക്ക് 20% പ്രോഫിറ്റ് കിട്ടിയ ഒരു സ്റ്റോക്കാണ്. ഒരു ബാങ്കിങ് ഓഹരിയാണ്. സോ അത് ഏത് സ്റ്റോക്കാണ്, ആ സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓക്കെ, സോ 91 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഒരു സ്റ്റോക്ക് ഇന്ത്യസ് ഫസ്റ്റ് സ്വദേശി ബാങ്കാണ്. ആൻഡ് ഓൾസോ പബ്ലിക് സെക്ടറിൽ 3rd പ്ലേസിൽ വരുന്നു. സോ ഒരു വർഷ കാലയളവിൽ ഈ ഒരു സ്റ്റോക്ക് ഏകദേശം അല്ല കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ 17% റിട്ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 62% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് സെപ്റ്റംബർ ക്വാർട്ടർലി റിസൾട്ട് നോക്കിയാലും പ്രോഫിറ്റ് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സ്റ്റോക്കിൽ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 108 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. നല്ല ഉയരങ്ങളിലേക്ക് ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഉടൻ 100 റുപ്പീസ് റീച്ച് ആവുന്നതിൽ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് 1 മന്തിൽ എത്രയാണ് റിട്ടേൺസ്, 1 ഇയറിൽ എത്ര റിട്ടേൺസ് എന്ന് നോക്കാം. സോ 1 മന്തിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 16.82%, 1 ഇയറിൽ 63% ഉയർന്നിട്ടുണ്ട്. ഓക്കെ, 5 ഇയേഴ്സിൽ 18%. നല്ല ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത് ഒക്കെ നല്ല വർദ്ധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 100, 108ലേക്ക്
പോകാൻ സാധ്യതയുണ്ട്. ടെക്നിക്കലായിട്ട് നല്ല ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്മോൾ ക്യാപ്പിലൊരു സ്റ്റോക്കാണ്. സോ 1 ഇയറിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് 200% വരെ റിട്ടേൺസ് തന്ന ഒരു സ്റ്റോക്കാണ്. നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. മെയിനായിട്ട് ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സ്റ്റോക്ക് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ദാറ്റ് ഈസ് KDDL ലിമിറ്റഡ്. ഓക്കെ, ഇതൊരു ഷോർട്ട് ടേം സ്മോൾ ക്യാപ്പ് സ്റ്റോക്കായിട്ട് നമുക്ക് കണക്കാക്കാം. 1 ഇയറിൽ 200% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നവംബറിൽ നോക്കിയാൽ ഇവരുടെ ഷെയർ പ്രൈസ് 949 റുപ്പീസിൽ നിന്നും ഇപ്പോൾ 2600 ആ ഒരു 82 ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 20% റിട്ടേൺസ് ആണ് ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് തന്നിരിക്കുന്നത് 1 ഇയറിൽ തന്നെ. നല്ല, അപ്പോൾ ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഈ ഒരു ഡയൽസ്, അല്ലെങ്കിൽ ഇവരുടെ മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് എയ്ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. വാച്ച് കമ്പോണൻസ് അക്സസറീസ് ഒക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ്. ഹൈ ക്വാളിറ്റി ഡയൽ വാച്ചുകൾ നിർമ്മിക്കുക. അപ്പോൾ ഇവർക്ക് ഇന്ത്യയിലും അതുപോലെ സ്വിറ്റ്സർലാൻഡിലൊക്കെ മാനുഫാക്ചറിങ് ഉണ്ട്. ഓക്കെ, സോ അതാണ് മെയിൻ ബിസിനസ് എന്ന് വെച്ചാൽ. സോ ഈ സ്റ്റോക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വർഷത്തിന് മുന്നേ 1 lakh ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇപ്പോൾ 3 lakhs ആയിട്ട് മാറിയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 32 crores നിന്ന് 382 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് 382%, ദാറ്റ് ഈസ് 32.44 crores ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് സെയിൽസ്, ടോട്ടൽ സെയിൽസ് 30% ഉയർന്നിരിക്കുകയാണ് ലാസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസ്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് ഒക്കെ എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.